തമിഴ്നാടിൻ്റെ ബോർഡറിൽ അങ്കക്കോഴികളെ കൊണ്ട് യുദ്ധം ചെയ്യിച്ച് ഒരു മനുഷ്യൻ്റെ വിധി നിർണ്ണയിക്കുന്ന ഒരു ക്രൂര വിനോദമുണ്ട്. അതുപോലെ നമ്മുടെ വടക്കൻ പാട്ടിലും കോഴിയംഗം കഴിഞ്ഞ് വാൾ അംഗത്തിലേക്കും ചുരിക അംഗത്തിലേക്കും മാറി മനുഷ്യൻ്റെയും ഗോത്രത്തിൻ്റെയും വിധി നിർണ്ണയിക്കുന്ന നിമിഷങ്ങളുണ്ട്. അതുപോലെ ഒരു കോഴി എന്ന മലയാള സിനിമയിലേക്ക് വിധി നിർണ്ണയിച്ച ഒരു തമാശയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അച്ഛൻ ജ്യോതിഷം, വൈദ്യം, മന്ത്രവാദം തുടങ്ങിയ വിഷയങ്ങൾ പ്രവീണനായിരുന്നു. സാമാന്യ പ്രാവീണ്യം എന്ന് തന്നെ പറയാം. അപ്പോൾ നിത്യവും കോഴിയിറച്ചി കൂട്ടിയേ അച്ഛൻ ഭക്ഷണം കഴിക്കുള്ളൂ. ഉച്ചയാകുമ്പം നല്ല ചോറും കോഴിയിറച്ചിയും നിർബന്ധമാണ് നിത്യവും. അപ്പോൾ ഈ കോഴിക്ക് യാതൊരു പഞ്ഞവുമില്ല. കാരണം അച്ഛൻ മന്ത്രവാദത്തിന് പോയാൽ വരുമ്പോൾ അസലൊരു പൂവൻ കോഴി, ഉദയ സ്റ്റുഡിയോയുടെ നടയിൽ കുഞ്ചാക്കോ സൃഷ്ടിച്ചു വെച്ച കോഴിയെപ്പോലെ അവനൊന്ന് ചിറകടിച്ച് കൂവിയാൽ ഉച്ചയ്ക്ക് നല്ലൊരു ഊണ് എനിക്ക് ഉറപ്പാണ്. ഞാനന്ന് 3ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. പക്ഷേ ഈ കോഴിക്കൊരു ട്രാജഡി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത്. മന്ത്രവാദം നടത്തുന്ന ഹോമകുണ്ടത്തിനുള്ളിൽ ഈ പൂവൻ കോഴിയെ നിക്ഷേപിക്കുകയാണ് ആദ്യം. എന്നിട്ട് അതിൻ്റെ മേലെ മരം അടുക്കി വയ്ക്കും, മരപ്പലകകൾ. എന്നിട്ട് അതിൻ്റെ മുകളിലാണ് ഹോമകുണ്ടം ഉണ്ടാക്കുന്നത്. 3 ദിവസമാണ് ഹോമം. അപ്പോൾ 1000 ഡിഗ്രി ചൂട് പുറത്തും ഈ മണ്ണിനടിയിലെ വരൾച്ച അകത്തുമായി ഈ കോഴി 3 ദിവസം കൊണ്ട് ആനയായിരുന്നെങ്കിൽ മദം പൊട്ടിയേനെ എന്ന് പറഞ്ഞ പോലെ കോഴിക്ക് മദം പൊട്ടുന്നൊരവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഹോമം കഴിയുക. പിന്നെ ആ കോഴിയുടെ കാല് കൂട്ടിക്കെട്ടി വീട്ടിൽ കൊണ്ടുവരികയാണ്. അപ്പോൾ ഈ കോഴി വളരെ സംഭ്രമചിത്തനായിരിക്കും. അപ്പോൾ അതിനെ ഉമ്മർത്തിട്ടാൽ ഒരു ഓലത്തുമ്പ് കൊണ്ട് ഈ കോഴിയെ വെകിളി പിടിപ്പിക്കുകയാണ് എൻ്റെ ജോലി. അതിൻ്റെ കണ്ണിൽ പതുക്കെ കൊണ്ടുകൊടുക്കും. കുട്ടിയാണ്, 3 വയസ്സ് പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ കോഴി പടയും. ജീവൻ മരണപ്പടച്ചിലാണ്. കാരണം 3 ദിവസം അഗ്നിക്കും ഭൂമിക്കും ഇടയിലെ ഒരു ഗുഹയിലാണ് അവൻ്റെ താമസം. അങ്ങനെ ഒരു ഓലത്തുമ്പ് കൊണ്ട് ഈ കോഴിയെ വെകിളി പിടിപ്പിച്ച് ഈ കോഴിയുടെ കാലിലെ കെട്ടറ്റുപോയി. ജീവിതത്തിൽ നിന്ന് മോക്ഷം കിട്ടുക എന്നൊക്കെ പറയുമ്പോൾ ഈ കോഴി പറന്നുപോയി. അച്ഛൻ പുറത്ത് പോയിരിക്കുകയാണ്. പുറത്ത് പോയി തിരിച്ചു വരുന്ന അല്പം ഭേദപ്പെട്ട അവസ്ഥയിൽ തന്നെയാണ്. കോഴിയിറച്ചി കൂട്ടി ഊണ് കഴിക്കാൻ വേണ്ടി കൈ കഴുകിയിരുന്നപ്പോൾ അമ്മ പരിപ്പ് കറിയും ചോറും വിളമ്പി. എവിടെ കോഴി എന്ന് ചോദിച്ചു. കോഴി പോയി. എങ്ങോട്ട് പോയി? അമ്മ ദയനീയമായി എന്നെ ഒന്ന് നോക്കി. അച്ഛൻ ആകപ്പാടെ 2 ഗ്രാമുള്ള എന്നെ ഇടത് കൈയിൽ തൂക്കി പിടിച്ചിട്ട് പറഞ്ഞു, ഈ കോഴിയെ കൊണ്ടുവരാതെ നിനക്ക് വീട്ടിൽ ഒരു നേരത്തെ അന്നത്തിൻ്റെ മണി തരില്ല എന്ന് പറഞ്ഞ് ഒരേറാണെന്ന്. അച്ഛൻ ഏതാണ്ട് ഹിറ്റ്ലർക്ക് തുല്യമാണ്. ആ കോഴി അന്വേഷിച്ചിറങ്ങുകയാണ് ഞാൻ. പുത്തഞ്ചേരിയിലെ കുന്നുംപുറത്തും പുത്തഞ്ചേരിയിലെ പാടത്തും പുത്തഞ്ചേരിയിലെ പുഴയ്ക്കക്കരയും കോഴിയെ തിരഞ്ഞ് നടന്ന് ഞാൻ രാത്രി വീട്ടിലേക്ക് തിരിച്ചു വരാൻ പേടിച്ച് ഒരു സ്ഥലത്ത് ഒളിച്ചിരിക്കുകയാണ്, ഒരു കാട്ടിൻ പൊന്തയിൽ. 2004 വരെ, ഇന്ന് 2004 ഇതുവരെ ആ കോഴിയെ ഞാൻ കണ്ടിട്ടില്ല. അത് തിരിച്ചു വന്നിട്ടുമില്ല. 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് നഷ്ടപ്പെട്ടു പോയ ആ കോഴിയെ അന്വേഷിച്ച് ഞാൻ ഇന്നും എൻ്റെ മനസ്സുകൊണ്ട് ആ കുന്നും പുറത്തൊക്കെ സഞ്ചരിക്കാറുണ്ട്. ആ സമയത്താണ്, ഞാൻ ഒളിച്ചിരിക്കുന്ന സമയത്ത്, ഹംസ എന്ന് പറഞ്ഞ എനിക്കൊരു സുഹൃത്തുണ്ട്. ഹംസയുടെ വീട്ടിൽ നിന്ന്
ലൗഡ് സ്പീക്കറിൽ ഒരു പാട്ട് കേൾക്കുന്നു. ഹംസയുടെ പെങ്ങൾ ഐഷയുടെ കല്യാണമാണ്. കസ്തൂരി തൈലമിട്ട് മുടി മിനുക്കി, മുത്തോട് മുത്തു വെച്ചവള കിളുക്കി, കയ്യിൽ മുത്തോട് മുത്തു വെച്ചവള കിളുക്കി, മന്ദാരക്കുളങ്ങരെ കുളിച്ചൊരുങ്ങി, മംഗല്യത്തട്ടമിട്ട പുതുക്കപ്പെണ്ണ്. ഒരുങ്ങായിരുന്നു ഹംസയുടെ പെങ്ങൾ ഐഷ. ഞാനവിടെ കോഴി കൂവുമോ എന്ന് കാതോർത്ത് കാതരനായി കാട്ടുപൊന്തയിലിരിക്കുകയും, എന്നും 16 വയസ്സാണ്, ഖൽബിൽ ഏതു നേരവും കനവാണ്, ഖൽബിൽ ഏതു നേരവും കനവാണ്, 14-ാം ബഹറിന്മേൽ പകലന്തി മയങ്ങുമ്പോൾ ഉറുമാലും തുന്നിക്കൊണ്ടിരിപ്പാണ്, പുതുമുത്തമണിയിച്ചു പുളകങ്ങൾ പുതപ്പിച്ചു പുന്നാരം തരുമൊരു പൂമാരൻ, കസ്തൂരി തൈലമിട്ട് മൂടി. വയലാറിൻ്റെ മാപ്പിള സങ്കല്പത്തിലേക്ക്, മാപ്പിളപ്പാട്ട് എന്ന് പറഞ്ഞാൽ മധുരത്തിൻ്റെ പാട്ടുകൾ എന്നൊരു ധ്വനി കൂടുണ്ട്. അത് മനസ്സിൻ്റെ പാട്ടാണ്. മലബാറിലെ മണ്ണിലെ മഞ്ചാടിക്കുരുവിൻ്റെ പാട്ടാണത്. മലബാറിൻ്റെ കലായിപ്പുഴയുടെ സ്നേഹത്തിൻ്റെ പാട്ടാണത്. മലബാറിൻ്റെ മലയിലെ നിലാവിൻ്റെ പാട്ടാണത്. അതും വയലാറെന്ന വിപ്ലവത്തിൻ്റെ കരിമ്പ് പൂത്ത പാടത്ത്, വിപ്ലവത്തിൻ്റെ കണിക്കൊന്ന പൂത്ത പാടത്തു നിന്നും ഒരു കവിക്ക് എറനാടൻ മണ്ണിൻ്റെ മനസ്സിലേക്ക് ഇത്രത്തോളം ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാൻ പറ്റും എന്ന് പറയുമ്പോൾ, ചെല്ലാൻ പറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ധ്യാനം കൊണ്ട് ആ കവിയുടെ കാൽക്കൽ നമസ്കരിക്കുന്നു.